വിമാന നിരക്കിന് പരിധി നിശ്ചയിച്ചിരിക്കുന്നു കേന്ദ്രം. അത് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 1-ാം പേജിൽ കൊള്ളയ്ക്കും ഒരു പരിധിയുണ്ട് എന്ന തലക്കെട്ടിൽ അവരുടെ മെയിൻ സ്റ്റോറി തന്നെ അതാണ്. റീഫണ്ട്, അതായത് ഈ ഇൻഡിഗോ സർവീസുകൾ താറുമാറാക്കിയതിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികൾ യാത്രാ നിരക്ക് വൻതോതിൽ ഉയർത്തിയത് തടയാൻ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു. അപ്പം അത് 500 കിലോമീറ്റർ വരെയൊക്കെ 7500, അങ്ങനെ അതിനൊരു ലിമിറ്റ് വെച്ചിരിക്കുന്നു. 1500 കിലോമീറ്ററിന് മുകളിൽ 18,000 ആണ് മാക്സിമം പരിധി. 1000-നും 1500 കിലോമീറ്ററിനും ഇടയിൽ 15,000. കാരണം ഈ ഡൊമസ്റ്റിക് ഈ എയർ സർവീസുകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ ഇൻഡിഗോയിലാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിഗോയിലുണ്ടാകുന്ന പ്രതിസന്ധി വലിയ രീതിയിൽ യാത്രാ ഗതാഗതം, വ്യോമഗതാഗതത്തെ ബാധിക്കും. അപ്പോൾ അത് ഓൾറെഡി ബാധിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു പരിധിയിലേക്ക് കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. റീഫണ്ട്, അതായത് റദ്ദാക്കിയതോ യാത്ര തടസ്സപ്പെട്ടതോ ആയ എല്ലാ വിമാനങ്ങളുടെയും യാത്രാ നിരക്ക് തുക ഞായറാഴ്ച രാത്രി 8-നകം തിരിച്ചു നൽകണം. കാലതാമസം വരുത്തിയാൽ നടപടി. റീഫണ്ടിന് കൃത്യമായൊരു ടൈം ലൈൻ വെച്ചിരിക്കുന്നു. ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആകാശക്കൊള്ളയ്ക്ക് മൂക്ക് കയർ എന്ന് മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. വിമാനയാത്രാ നിരക്കിന് പരിധി നിശ്ചയിച്ചു. കേരളത്തിലെ 33 വിമാനങ്ങൾ റദ്ദാക്കി. റീഫണ്ട് ഇന്ന് തന്നെ. പരിധി യാത്രാ ദൂരം കണക്കാക്കിയത് അടിസ്ഥാന നിരക്കിന്. വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലെത്തും വരെ നിയന്ത്രണം എന്ന് മലയാള മനോരമ പറയുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപേജുകളിലടക്കം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ഈ ഗവൺമെൻറ് ക്യാബ്സ് ഫെയേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ്. എയർലൈൻസ് also been instructed not to levy any rescheduling charges for passengers whose travel plans were affected by cancellations എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഇതേ തലക്കെട്ട് തന്നെയാണ്. ഗവൺമെൻറ് ക്യാബ്സ് ഫ്ലൈറ്റ് ഫെയേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇൻഡിഗോ ഇത് 2 ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഇതിനെ നോർമലൈസ് ചെയ്യപ്പെടും എന്ന് ഉള്ള പറഞ്ഞ കാര്യം കൂടെ അവർ ചേർത്ത് വെച്ചിരിക്കുന്നു. മാധ്യമം, ഇൻഡിഗോ ദുരന്തം തുടരുന്നു, ആകാശക്കൊള്ളയ്ക്ക് മൂക്ക് കയർ എന്ന് മാധ്യമം 1-ാം പേജിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി അവരുടെ തലക്കെട്ടോടെ അത് വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. കാരണം പ്രവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ധാരാളം വലിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കെല്ലാം പോകേണ്ട ആളുകൾ എയർപോർട്ടിലെത്തി അത് പോകാൻ സാധിക്കാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴും. കൗമുദി, വിമാനക്കൊള്ളയ്ക്ക് കേന്ദ്ര വിലക്ക് എന്നാണ് കൗമുദിയുടെ തലക്കെട്ട്. ഇന്നലെ ഇൻഡിഗോ റദ്ദാക്കിയത് 850 സർവീസ് എന്ന് അവർ പറയുന്നു. ഈ 850 സർവീസ് എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.